ബൈബിൾ കർത്താവ് പറയുന്നു, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ അവളെ കല്ലെറിയട്ടെ. അതെ, ഞാനും പറയുന്നു, നിങ്ങളിൽ പാപം ചെയ്യാത്ത അവളുമാരും അവന്മാരും എന്നെ കല്ലെറിയട്ടെ. സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് എൻ്റെ കുറ്റങ്ങൾ പറഞ്ഞ് വ്ളോഗ് ചെയ്യുന്നവരും നെഗറ്റീവ് കമൻസ് ഇട്ട് രസിക്കുന്നവരും എനിക്കെതിരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്ന് എൻ്റെ കുറ്റങ്ങൾ അവിടെ ഇവിടെ പറഞ്ഞ് ആത്മസന്തോഷം കണ്ടെത്തുന്നവരും, ഞാനൊന്നും പറയട്ടെ, നിങ്ങളിൽ പാപം ചെയ്യാത്ത അവളുമാരും അവന്മാരും എന്നെ കല്ലെറിയട്ടെ. അതാണല്ലോ അന്തസ്. രേണുസുതി എവിടെ തൊട്ടാലും അത് കുറ്റം. രേണുസുതിക്കില്ലാത്ത കുറ്റമില്ല. രേണുസുതി വയറ് കാണിക്കാൻ പറ്റത്തില്ല. രേണുസുതിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. രേണുസുതിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. രേണുസുതിക്ക് ഒരു ആണിനോട് സംസാരിക്കാൻ പറ്റത്തില്ല. രേണുസുതി ഒരു മനുഷ്യനാണ്, മനസ്സിലായോ? അല്ലാതെ രേണുസുതി ഈ തല തൊട്ട് ഈ കാല് വരെ പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കി വെച്ച സാധനമൊന്നുമല്ല, മനസ്സിലായി? ഈ പറയുന്ന ഇവരിങ്ങനെ കിടന്ന് പറയുന്നല്ലോ, നാണമില്ലേ? ഞാൻ മാത്രമേ ഉള്ളൂ ഒരു മനുഷ്യനായിട്ട് അല്ലെങ്കിൽ കുറ്റം ചെയ്യുന്ന, ലോകത്തിൽ കുറ്റം ചെയ്യുന്ന ഒരേ ഒരാളാണ് രേണുസുതി. എവിടെ പോയാലും എൻ്റെ മെക്കെട്ട് കയറാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും എന്നെ തളർത്താൻ ഇതിനൊന്നും ആവില്ല. ഞാൻ മുന്നോട്ട് തന്നെ പോകും. പിന്നെ നീയൊക്കെ പറയും ഇവളുടെ റീച്ച് കുറയാറായി, റീച്ച് തീരാറായി, ഇവള് ഫീൽഡ് ഔട്ടായി. ഇടയിൽ ഫീൽഡ് ഔട്ട് ആകാൻ വേണ്ടി ഞാൻ ഇതിന് വേണ്ടിയിട്ട് വന്ന ഒരാളൊന്നുമല്ല. സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കാൻ വന്ന ഒരാളല്ല. ഞാനൊരു ഒഴുക്കിനനുസരിച്ച് വന്നതാണ്. നീ ഫീൽഡ് ഔട്ട് ആയാലും ഞാൻ ജീവിക്കും, എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, മനസ്സിലായോ? പിന്നെ ഒരു കാര്യം എനിക്ക് സന്തോഷമുള്ളൂ, എന്നെ കുറ്റം പറയുന്നവരും എന്നെ നെഗറ്റീവ് ഇടുന്നവരും എല്ലാം പെർഫെക്റ്റ് ആണല്ലോ. അതായത് കർത്താവ് പറഞ്ഞ പോലെ പാപം ചെയ്യാത്തവരാണല്ലോ നിങ്ങൾ. ഒരു പാപവും ചെയ്യാത്ത പുണ്യാത്മാക്കളാണല്ലോ എന്നെ നെഗറ്റീവ് പറയുന്നതും തിരിഞ്ഞ് മാറി മറിഞ്ഞ് നിന്ന് എൻ്റെ കുറ്റം പറയുന്നതൊക്കെ. നിങ്ങളൊക്കെ പെർഫെക്റ്റ് മനുഷ്യരാണല്ലോ. ഞാൻ മാത്രമാണല്ലോ ലോകത്തിലെ പാപിയായിട്ടുള്ള മനുഷ്യ സ്ത്രീ. പിന്നെ നിങ്ങൾ വിളിക്കുന്ന ഓരോ വാർത്തകളും എനിക്ക് ചവിട്ടിക്കയറാനുള്ള ഓരോ, മനസ്സിലായോ?